സോ സ്റ്റാർട്ട് അമർത്ത്. നല്ല രസം, നല്ല രസമുണ്ട് കാണാൻ ഗൈസ്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം വെൽക്കം. അപ്പൊ നമ്മള് ഇന്ന് ഒരു അടിപൊളി മോളിലൊക്കെ പോകണം. അതായത് ബാങ്കോക്കിൽ തന്നെ വെച്ച് ദി ബിഗ്ഗസ്റ്റ് മോൾ അല്ലേ. അതിലേക്ക് പോകണമെങ്കിൽ നമ്മൾ 2 ട്രെയിൻ കയറി അതിനുശേഷം നമ്മൾ ഇതാക്കണ ഇതിലാ പോണത്, ഒരു ബോട്ട് റൈഡ് എടുക്കും. ബോട്ട് റൈഡ് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, സോ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ദ ഹ്യൂജസ്റ്റ് മോൾ ഇൻ ബാങ്കോക്ക്. സോ നമ്മൾ ഇതാക്കണ മെട്രോ കയറി ഇറങ്ങിയിട്ട് നേരെ ഇങ്ങനെ പോകണം. ഇവിടുന്ന് ഒരു ബോട്ട് റൈഡ് എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ പോകണം. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. ഇനി ബാങ്കോക്ക് വന്നിട്ട് ബോട്ട് എക്സ്പ്ലോർ ചെയ്തില്ല വേണ്ടല്ലേ, എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്തില്ല. ട്രെയിന്, മെട്രോ, ഇവിടെ എല്ലാം ഫുൾ സെറ്റ്. ഇതാണ് ഇവിടുത്തെ ബോട്ടിന്റെ സർവീസ് കേട്ടോ. ഭയങ്കര വെയിലാണ്, കിട്ടുമോന്ന് അറിയില്ല. നിന്ന നിപ്പിൽ കുരുട്ടിനെ കാണൂല. ഇവിടെ പേടിയാണ്. അതാ പോണം. വീഡിയോ എടുക്കുമ്പോൾ ഓടിപ്പോവാ. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഈ ബോട്ടിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഓ മൈ ഗാഡ്. ഓക്കെ ബേബി, അതാണോ നമ്മൾ ഹോട്ടല്? അല്ലല്ലേ, അതൊന്നല്ലല്ലോ നമ്മൾ ഹോട്ടല്. ബോട്ട് എടുത്ത് ബോട്ട് എടുത്ത്. ഓ മൈ ഗാഡ്. നല്ല വൈബല്ലേ? ഇതൊരു അൺഎക്സ്പെക്ടഡ് റൈഡ് ആയില്ലേ? നമ്മളിത് എക്സ്പെക്ട് ചെയ്തില്ലല്ലോ. അപ്പൊ നമ്മൾ പോകുന്ന മോള് ഐക്കോൺസിയ അല്ലേ? ഐക്കോൺസിയ എന്ന് പറഞ്ഞ മോളാണ്. ഇത് ഇവിടെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മോളാണ്. അപ്പൊ അവിടേക്കാണ് നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഇതൊക്കെ കയറി പോകുന്നത്. ഇത് അടുത്തിട്ട് കാണാൻ നമ്മൾ എത്തിട്ടോ, പെട്ടെന്ന് എത്തിയിട്ട്. ഇത് അങ്ങോട്ടേക്ക് മാത്രമുള്ളതാണ്, വേറെ സ്റ്റോപ്പൊന്നുമില്ല. ഞാനാണോ ആടുന്നേ? എടി നമ്മൾ ആടുന്നുണ്ട്. ഇത് പാലം മൊത്തത്തിൽ ആടുന്നുണ്ട്. ഞാൻ വിചാരിച്ചു എന്തോ ഒരു മോശം. ഇതല്ലല്ലോ, ഇതാണോ മാള്? ഇതാണോ മാള്? എന്താണ് അപ്പൊ ഇത് ഇങ്ങനാണോ? എന്തായാലും ഭംഗി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ. കാരണം ഇവിടെ ചെറിയൊരു വെള്ളം, അത് അടിപൊളി. ഇത് നോക്കിയാ ഇത് മൊത്തം ആൾക്കാരെ കൈസ്. അവിടെ നിങ്ങൾക്ക് സൂം ആക്കാൻ കഴിയില്ല ലെൻസ്, അതുകൊണ്ടല്ല എടുത്തത്. അപ്പൊ നമ്മൾ ഇതാ മുകളിൽ കയറാൻ പോവാണ്. ഇതാണ് എൻട്രൻസ്. ഒരു വെറൈറ്റി സാധനമാണ്. ഇവിടെ എനിക്ക് പേടിയാണ്. ഇവിടെ ഗൂച്ചി, ലൂയി വിട്ടോൺ, എന്തോ ഞാൻ കേട്ടു. ചൈനീസ് ന്യൂ ഇയർ ആയതുകൊണ്ട് എന്തൊക്കെയോ പ്രോഗ്രാംസ്. അപ്പൊ നൈറ്റ് അതും കൂടി കണ്ടിട്ട് പോവാ. നമ്മൾ കറക്റ്റ് സമയത്ത് ഇവിടെ വന്നത്. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. മോം എന്തായി കാണുന്നേ? വിഷയം കേട്ടോ, ഒരു രക്ഷയില്ല. അൽഫി നോക്കി മോനെ, നമ്മളൊരു പാട്ട ഡ്രസ്സായപ്പോല്ലോ അൽഫി. ഇങ്ങനെ വേറെ മോൾ ഉണ്ടാവില്ല കേട്ടോ. സീൻ ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. സീൻ സാധനം. ഇപ്പൊ നിങ്ങൾ കണ്ടത് ഈ മോളിന്റെ എൻട്രി ആണ് ഗൈസ്. ജസ്റ്റ് എൻട്രി. എന്തൊരു ലക്ഷർ. ആ ഗ്രീനറി നല്ലോണം ചേരുന്നുണ്ടല്ലേ. നമുക്കപ്പം മുകളിലോട്ട് പോയി നോക്കാം. മുകളിലത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ എന്താന്ന് നോക്കാം. എൻ്റെ മോഹനെ, എല്ലാ ലക്ഷറി ബ്രാൻഡും ഉണ്ടല്ലേ. പ്രാഡ അവിടെ നോക്കണ. ഇതിൻ്റെ മുകളിൽ നോക്കടി, എന്തൊക്കെ ഡിസൈൻസില്ലേ, എന്താണെന്നും മനസ്സിലാവുന്നില്ല. അപ്പം ഗൈസ്, നിങ്ങൾക്കിത് മൊത്തം കാണിച്ചു തരണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായി ഒന്നും ചെയ്യാൻ കഴിയില്ല, അത്രക്കും ഹ്യൂജാണ്. അപ്പം ഞങ്ങളിന്ന് കുറച്ച് നേരം എവിടെയെങ്കിലുമൊക്കെ പോയി നോക്കട്ടെ, എന്തെങ്കിലും ഷോപ്പിലൊക്കെ കയറി നോക്കട്ടെ. കാരണം അത്രക്കും ഉണ്ടല്ലേ, ഭയങ്കര ഹ്യൂജ്. എവിടെ നിന്ന് തുടങ്ങി എവിടെ നിന്ന് കാണിച്ചു തരാൻ അറിയില്ല. ഓ ബോസിൻ്റെത് 1 2 3 4 5 6 7. എൻ്റെ അമ്മ, ഇത്ര ഹൈറ്റൊക്കെ ഉണ്ടായിരുന്നത്. ടോട്ടൽ എത്ര? 7 8? 1 2 3 4 5 6 7. ഇതിന്റെ താഴെ ഒരു ഫ്ലോർ ഉണ്ട്. എൻ്റെ അമ്മേ, മൊത്തത്തിൽ 8 9. ഇത് അപ്പം ഭയങ്കര സംഭവം തന്നെ കേട്ടോ അൽഫി. ഇവിടെ നിങ്ങൾ ബാങ്കോക്ക് വരാണെങ്കിൽ ഇവിടുത്തെ മിസ് ചെയ്യരുതില്ലേ. ടൈഗർ ഗൈസ്, ക്ലോത്ത് കൊണ്ട് ഉണ്ടാക്കിയ നല്ല അടിപൊളി ടൈഗർ. നമ്മളിത് അവിടെ നിന്നാട്ടോ വന്നത്. അങ്ങനെ വന്ന് ഇതിലെങ്ങനെ പോയി ഇങ്ങനെ കറങ്ങി മുകളിലെത്തി കേട്ടോ. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ നോക്കിയാൽ ഇവിടെ കുറച്ച് നേരം ഇരിക്കുക. ഇത് ലെജൻഡറി ആപ്പിൾ സ്റ്റോർ ഗൈസ്. ഓ മൈ ഗാഡ്. ഇന്നിപ്പോൾ ആപ്പിളിൻ്റെതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും. പക്ഷേ ആപ്പിൾ വിഷൻ പ്രോ ഉണ്ടാവും എന്നറിയില്ല, അതാണ് നമ്മൾ നോക്കുന്നത്. ഇവൾക്ക് ഈ സാധനം വാങ്ങണം എന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക, കിട്ടിയ അവസരമല്ലേ. ഇതെങ്ങനെ ടെസ്റ്റിങ് നടക്കില്ല. ഒന്ന് പാട്ട് ഏതെങ്കിലും വെച്ച് നോക്കാൻ. ഇറ്റ്സ് ടു ഗുഡ് ഗൈസ്. നല്ല സൗണ്ട് ഉണ്ട്, നല്ല സൗണ്ട് ഉണ്ട്. സോറി ടോർക്കിനെ പറഞ്ഞാൽ. അതിൻ്റെ പല മോഡലുള്ള സാധനം. ഇതൊന്നും ഞാൻ എവിടെയും കണ്ടില്ല കേട്ടോ. ഇവൻ വീഡിയോസിൽ പോലും കണ്ടില്ല ഈ സാധനം. അൽഫി, ഈ മോണിറ്ററിന് എത്ര രൂപ എന്ന് ഗസ് ചെയ്യോ? ഈ മോണിറ്ററിന് എത്ര രൂപ എന്ന് ഗസ് ചെയ്യോ? 5 lakhs. എത്ര? 5 lakhs. കറക്റ്റ് 5-6 ലാക്സോളം വരെ ഈ മോണിറ്ററിന്. ഓ മൈ ഗോഡ്. അതുപോലെ തന്നെ ഇതിന് അറൗണ്ട് 5 lakhs 2 lakhs ഒക്കെ വരും ഈ സാധനത്തിന്. ടവർ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അത് വേറെ തന്നെ ഒരു ലോകം കേട്ടോ. മോളെന്നല്ല, നമുക്ക് ആപ്പിൾ സ്റ്റോറിൽ നിന്ന് മാത്രം ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു എൻട്രിയും ഔട്ടും ഉണ്ട്.
അപ്പോൾ വിഷൻ പ്രോ ഇല്ല കേസ്, അത് മാത്രം അവിടെ ഇല്ല, ബാക്കി എല്ലാം ഉണ്ട്. അതുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കില്ല, ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞില്ല കേസ്. ആപ്പിൾ സ്റ്റോറിന് മുമ്പത്തുള്ള വ്യൂ ആട്ടോ. നമ്മൾ ഇതിൻ്റെ താഴത്തു നിന്നാണ് ഇപ്പം ബോട്ട് കയറി ഇങ്ങോട്ട് പോകുന്നത് ഗേസ്. ഇനി എനിക്ക് ഇവിടെ ക്യാമറ ഷോപ്പ് ഉണ്ട് നോക്കണം. നമ്മൾ സിഗ്മെൻ്റ് കുറച്ച് ലെൻസും അതുപോലെ തന്നെ ഇവിടെയുള്ള ക്യാമറാസ് എന്തൊക്കെയാണെന്ന് എനിക്ക് നോക്കണം. നമ്മളപ്പോൾ അങ്ങനെ അപ്പുറത്ത് കൂടെ ഇങ്ങനെ വന്ന് ഇലങ്ങനെ കയറി ഇങ്ങനെ ഇതാക്കണ ഇവിടെ എത്തിയിട്ടാ അൽഫി ഇതാക്കണം, ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. ഇത് മൊത്തമായിട്ട് നമുക്ക് ഒരിക്കലും കണ്ട് തീർക്കാൻ കഴിയില്ല ഗൈസ്, അത്രക്കും ഹ്യൂജാണ് കേട്ടോ. നിങ്ങളിപ്പം കാണുന്നത് മോളിൻ്റെ ഉള്ളിലുള്ള പോർഷേൻ്റെ ഷോറൂം ആട്ടോ. നമുക്ക് ഭാവിയിൽ എടുക്കാൻ ഇഷ്ടമുള്ള ഒരു വെഹിക്കിളാണ് പക്ഷേ ഈ ഏരിയ നോക്കി ഗൈസ്. ഇത് ഓരോ സെക്ഷനായിട്ടാട്ടോ. എന്തായാലും ഭയങ്കര ഹ്യൂജ് സ്കെയിലെടുത്ത് കംപ്ലീറ്റ് ആക്കി വീണ്ടും ഞങ്ങൾ മുകളിലോട്ട് പോവാണ്. ഞാൻ കൊണ്ടുവന്ന സ്ഥലം ഇതാണ്. ഇവിടെ എത്തി ഫൈനലി കുറെ ചുറ്റിക്കറങ്ങിയിട്ടാട്ടോ കണ്ടത്. അതെ, ഈ മോളിലോ ഏകദേശം 40% സ്ഥലങ്ങൾ ചുമ്മാ ഓടി നടന്നു കേസ് കാണാൻ വേണ്ടിയിട്ട്. ഏതാ സാധനം അറിയാം, എൻ്റെ മോനെ വിഷയം കേസ്. ഓ ഒരു രക്ഷയില്ല കേട്ടോ, സീൻ. ഇതൊക്കെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത് വേറെ തന്നെ ഒരു ഇത് ഈ മോളിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നൊക്കെ എങ്ങനെ കണ്ടിരിക്കല്ലേ. ഇത്രയും വലിയ സാധനം നമ്മൾ തെരഞ്ഞു കണ്ടുപിടിച്ചതാണ്. ഇത് ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ്. ഏറ്റവും ടോപ്പ് ഫ്ലോർ അല്ലേ? നോക്ക് അവിടെ, നോക്ക്. അതെ, നമുക്ക് മുകളിൽ പോയി ഇന്ന് കാണാം. അത് ഇത് നോക്കി, ഇതിൽ എഴുത്ത് വരുന്ന ശ്രദ്ധിച്ചേ. നമുക്ക് എന്തായാലും ഇനി മുകളിലും കൂടി പോയി നോക്കട്ടെ ഇതിന്റെ വ്യൂ എന്താണ്. വന്നാ മുതലായില്ലേ, മുകളിൽ പോയാൽ കുറച്ചും കൂടെ ഇന്റൻസിൽ കാണാം. ഇത് നിങ്ങൾ ബാങ്കോക്കിൽ വന്നിട്ട് ഇത് മിസ് ചെയ്യാതെ പോയതൊക്കെ മസ്റ്റ് വിസിറ്റ്. എൻ്റെ അമ്മ ഫ്രീ ആയിട്ട് വരാം. ലൈക്ക് പ്രത്യേകിച്ച് എഫേർട്ടൊന്നുമില്ല, ആകെ 10 രൂപ ചിലവാക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ എത്താം. എന്ത് ഭംഗിയേറെ കാണാൻ എൻ്റെ മോനെ. സെറ്റ് ഒരു ഡ്രീം വേൾഡ് പോലെ ഉണ്ട് കാണാൻ. ഞങ്ങളപ്പോൾ അതിൻ്റെ ടോപ്പ് ഫ്ലോറിലെത്തിട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ? പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ അറിയോ, അവിടെ ലൈറ്റ് ഉണ്ടായിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, അതാണ് ഇഷ്യൂ. ഓ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഓ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് വേണേൽ കഴിക്കാം. ഇതിപ്പോൾ നൈറ്റ് കാത്തുക്കല്ലേ, നൈറ്റ് ആകുമ്പോൾ മൊത്തം ഡാർക്കാവും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഓഫാക്കിയിട്ട് അവർ നമ്മൾ പുറത്തിറങ്ങിട്ടോ മുകളിലേക്ക് ഇറങ്ങി. മുകളിലൊരു എൻട്രി ഉണ്ടായിരുന്നു, കണ്ടില്ലേ? ഓ എൻ്റെ ബേബിയുടെ ഞാൻ വെച്ചോളൂ വീണ്ടും മിസ്സായിരുന്നു. നീ ഇപ്പം നിന്നിപ്പോൾ കാണാൻ ഞാൻ പേടിയാണ് അൽഫി. ഇത് ഇത്ര ഭംഗിയാവാനുള്ള കാരണം ഇതാണല്ലോ, അതുകൊണ്ടാണ് ഇത് പ്രത്യേകതരം ലുക്കില്ലേ. ആ ഒരു ലേക്കും മോളും അതിൻ്റെ ഒരു വ്യൂ ഒക്കെ കൂടി വേറെ തന്നെ ഒരു മൂഡ് സാധനം കേസ്. എനിവേ ഇവിടെ നമ്മൾ നൈറ്റേ പോകുള്ളൂ, കാരണം നമുക്ക് ഈ വ്യൂ ഒക്കെ നൈറ്റിൽ കിട്ടണം. എപ്പടി സീൻസ് ആണല്ലേ, രക്ഷയില്ല. കിളി പോയില്ലേ, സെറ്റായിരുന്നു. നൈറ്റ് നല്ല വൈബാല്ലേ ഇവിടെ. നമ്മളിവിടെ വന്ന മുതലാക്കി, ബാങ്കോക്കിൽ വന്ന മുതലാക്കി. എന്താ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് മിസ് ചെയ്യരുത് ഐക്കോൺസിയ. പിന്നെ ഇപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട്, ചൈനീസ് ന്യൂ ഇയർ ആയതുകൊണ്ട് അവിടെ മറ്റേ നമ്മൾ ഈ ഇതിലൊക്കെ കാണില്ലേ, മറ്റേ ഒരു സ്നേക്ക് പോലെ ഇങ്ങനെ തുള്ളിച്ചാടി. ചൈനയിൽ മാത്രം കണ്ട സാധനം കേട്ടോ, അത് ഇവിടെ ഉണ്ട്. മോളിലേക്ക് വരാൻ വിളിച്ചപ്പോൾ ഭയങ്കര മടിയായിരുന്നു. ഇന്നത്തെ ദിവസം ഇവൻ പറഞ്ഞത് റെസ്റ്റ് എടുക്കാം, നമുക്ക് എന്തെങ്കിലും പോകാം. ഞാൻ പിന്നെ എല്ലാം ഒന്നും ഞാൻ കാണിച്ചു കൊടുത്തൂല, പറഞ്ഞില്ല. ഞാൻ ഭയങ്കര വലിയൊരു മോളാണ്, അടിപൊളിയാണ്, യു വോണ്ട് റിഗ്രറ്റ്. ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞത് ഫുഡ് കോർട്ടല്ലേ, എനിക്കറിയാം. ഞാൻ എല്ലാം പെട്ടെന്ന് കണ്ടിരിക്കും. അതായത് ഒരു സ്ട്രീറ്റ് ഒരു ഫേക്ക് ചെയ്ത് ഉണ്ടാക്കി.
മോളില് സ്ട്രീറ്റ് കൊണ്ടുവന്നു. സ്ട്രീറ്റ് ലൈക്ക് ഇത് ടെക്സ്ചറും കാര്യങ്ങളൊക്കെ. അപ്പൊ ആൾക്കാർക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാലോ. കണ്ടില്ല, ഇന്നലെ പോയ മോളിലും എന്നെ കാണാണ്ട് ഇതായിരുന്നു അവസ്ഥ. എന്താ ഒരു കംപ്ലീറ്റ് സ്ട്രീറ്റ് ഗൈസ്. ഓ മൈ ഗാഡ്, നിങ്ങൾക്ക് എത്രമാത്രം കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ആനനെ വരെ അവിടെ കൊണ്ടുവച്ചിട്ട് ഗൈസ്. നിങ്ങൾ ഫുഡ് നോക്കുക കേട്ടോ വാങ്ങാൻ വേണ്ടിയിട്ട്. എന്റെ പൊന്നു, ഇവന് സർപ്രൈസ് കൊടുക്കാൻ പോയിട്ട് ഞാനാണല്ലോ നീ സർപ്രൈസ് ആയി. അങ്ങനത്തെ സാധനങ്ങളുണ്ട് ഗൈസ്. ഇതൊരു മാളാന്ന് പറയോ? മോളിന്റെ താഴത്ത് ഫുള്ള് ഇതാട്ടോ. ആ ഈ പാർക്കിംഗ് ഉണ്ടാവില്ല നമ്മൾ ലുലുവിന്റെ പാർക്കിംഗ്, അതേമാതിരി എൻ്റെ തൂണ് കണ്ടില്ല, പാർക്കിങ്ങിന്റെ തൂണാണ് ഗൈസ്. ആ പാർക്കിംഗ് ഇല്ലാന്നേ ഉള്ളൂ, മൊത്തം എന്തൊരു ഭംഗിയാണിത്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പോലെ ഗൈസ്. എൻ്റെ മോനെ രക്ഷയില്ല കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കിനല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എന്തോരം ഹ്യൂജ് സ്കെയിൽ ഈ സാധനം കിടക്കണമെന്നറിയോ. ഓ എൻ്റെ അളിയ. ഇവിടെ എന്താക്കണ, ഫുഡ് വാങ്ങുക, ഇവിടുന്ന് ഫുഡ് വാങ്ങുക, അതുപോലെ തന്നെ ഇവിടുന്ന് കഴിക്കുക. ഏതായാലും ഷടാ. ഇനി ഞാൻ വീഡിയോ എടുക്കുന്നില്ല ഗൈസ്, എനിക്ക് മടുത്ത്. എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്ത് മടുത്ത്. കാരണം ഇത് ഒരാഴ്ച ഒന്നും പോരത് മൊത്തം കണ്ടു തീർക്കുക. അതൊരു 10-15 മിനിറ്റുള്ള വീഡിയോയിൽ ഒരിക്കലും മറന്നു പോണ് വീഡിയോ. കാരണം ഇത് കംപ്ലീറ്റ് ഒരു ബാങ്കോക്ക് ഒന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഗൈസ്. കംപ്ലീറ്റ് ഒരു ബാങ്കോക്ക്. ഇലാഹി, ഇത് കണ്ടാണ്ടല്ലോ നിങ്ങൾ ഞെട്ടും ഗൈസ്. നാളെ തന്നെ ടിക്കറ്റ് എടുത്ത് പോരും. എനിക്ക് എത്ര പറയാനുള്ളൂ. ഈ മോള് മാത്രം കാണാൻ പോരും. അയ്യോ എന്ത് രസം കാണാൻ.